ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് സമൂസ ലീഫ് വെച്ചിട്ട് ചിക്കൻ പോക്കറ്റ് റെഡിയാക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. ആദ്യം 3 മീഡിയം സൈസ് സവാള ചെറുതാക്കി അരിഞ്ഞിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 3 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും 2 തണ്ട് വേപ്പിൻ്റെ ഇലയും ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. ഉള്ളിയൊക്കെ നന്നായി വാടി വന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മസാല ഒക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 250 ഗ്രാം വേവിച്ച് വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ പോക്കറ്റ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് 2 സമൂസ ലീഫ് എടുത്തിട്ട് ഇങ്ങനെ ക്രോസിന് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ചിക്കൻ ഫില്ലിങ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതിൻ്റെ സൈഡിൽ മൈദ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് റെഡിയാക്കി വെച്ച ചിക്കൻ പോക്കറ്റ് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ആദ്യം എണ്ണ ചൂടായിട്ടുണ്ട്. ചിക്കൻ പോക്കറ്റ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. രണ്ട് സൈഡും മൊരിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചിക്കൻ പോക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇന്നത്തെ ഞങ്ങളെ ഇഫ്താർ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.